പാലസ്തീൻ യുദ്ധത്തിന് സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് ഉക്രൈനിലെ വേദനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ ഒരു ബന്ധവുമില്ലാതെ ഞങ്ങൾ 3,17,000 രൂപ കൊണ്ട് കൊടുത്തു. ആരെങ്കിലും ദീപകിന്റെ വീട്ടിൽ പോയോ? ഏതെങ്കിലും രാഷ്ട്രീയക്കാർ പോയോ? ഏതെങ്കിലും ഫെമിനിസ്റ്റുകൾ പോയോ? പോവാൻ ആരുമില്ല. പീഡിപ്പിച്ചവൻ ആരെങ്കിലും ഷാമ്പു മേടിപ്പിച്ചു കൊടുക്കൂ. ഈ റേപ്പിനെ പോലെ ഭീകരമാണ് വ്യാജ റേപ്പ് പരാതി എന്ന് കോടതികൾ പലപ്പോഴും പറയുന്നത്. റേപ്പ് ചെയ്തു, മുഖത്ത് തുപ്പി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവന് ഷാമ്പു, അവന് ചെരുപ്പ്, അവന് 10,000 രൂപ വിഷു കൈനീട്ടം കൊടുക്കൂ. അപ്പം വ്യാജ റേപ്പ് കേസല്ലേ നടന്നത്? അതിനുവേണ്ടിയല്ലേ ഫ്ലാറ്റ് വാങ്ങിയാന്ന് ഈ 18 ദിവസം രാഹുൽ മാങ്കുടത്തിൽ കിടന്നത് എന്തിനു വേണ്ടിയാ? ഈ വ്യാജ റേപ്പ് പരാതിയിലാണ്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ഇവിടെ വന്നു രാഹുൽ ഈശ്വരൻ തൊട്ട് വേശ്യാലയങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നില്ല. സ്ത്രീയെ അടിച്ചമർത്താൻ വേണ്ടി വേശ്യാലയങ്ങൾ കാരണം എന്തെന്നും അത് ഈ പറയുന്നല്ലോ. കണ്ടെത്താൻ വേണ്ടിയല്ലേ പാലസ്തീൻ യുദ്ധത്തിന് സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് ഉക്രൈനിലെ വേദനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ ഒരു ബന്ധവുമില്ലാത്ത കാര്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ശ്രീകണ്ഠൻ നായർ സാറിനോട് ഒരു ബന്ധമില്ലാത്ത പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി താങ്കൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് പുരുഷ കമ്മീഷൻ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഭേദമില്ലാതെ ഇടപെടാൻ ശേഷിയുള്ള മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ രാഹുൽ. മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ രാഹുൽ. വനിതാ കമ്മീഷൻ എന്നാ വനിതാ കമ്മീഷൻ ചോദിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ പോരെ? സ്ത്രീകൾ മനുഷ്യരല്ലേ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? നമ്മുടെ നാട്ടിലെ ഈ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു സെക്കൻഡ് സാർ, അദ്ദേഹത്തോടല്ലേ ചോദ്യം. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പ്രൊഫസർ പെൺകുട്ടികളുടെ കോപ്പി അടി കണ്ടുപിടിച്ചു. അപ്പൊ ഈ 5 പെൺകുട്ടികളും കൂടെ എന്ത് ചെയ്തു? ഇയാൾ ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. 11 വർഷം അയാൾ നിയമപോരാട്ടം നടത്തി. 3 വർഷം ജയിലിൽ കിടന്നു. രാം തിവാരി എന്ന കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപകൻ 7 വർഷം പ്രഗ്നന്റ് ആക്കി അബോർട്ട് ചെയ്യിപ്പിച്ചു എന്ന് ജയിലിൽ കിടന്നു. കോടതി കണ്ടെത്തി പ്രഗ്നന്റും ആയില്ല, റേപ്പ് ചെയ്തിട്ടില്ല, അബോർട്ട് ചെയ്തിട്ടില്ല എന്ന്. ആ പെൺകുട്ടി മാർക്കിന്റെ കാര്യത്തിൽ തർക്കം തീർക്കാൻ വേണ്ടി പോക്സോ കൊണ്ട് കൊടുത്തതാണ്. 7 വർഷം ജയിലിൽ കിടന്നു. ഇതേപോലെ വ്യാജ പോക്സോ ഒക്കെ കിട്ടി നമ്മുടെ മക്കൾ 20 വർഷം ജയിലിൽ കിടക്കുമ്പോഴേ നമുക്ക് അതിന്റെ വേദന അറിയാം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ക്രൂഷ്യലായിട്ട് നമ്മുടെ മരണപ്പെട്ട ദീപകിനെ പോലെയുള്ളവർ SK നിരപരാധികളാണെങ്കിൽ രാഹുൽ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ ഏതെങ്കിലും സ്ത്രീധന പീഡന അല്ലെങ്കിൽ പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്താൽ നമ്മുടെ മുഖ്യമന്ത്രി മന്ത്രിമാരും അടക്കം നിലപാട് പറയാൻ അനുശോചിക്കും. ദീപക് മരിച്ചപ്പോൾ ഞങ്ങൾ അടക്കം കുറച്ചുപേരല്ലാതെ ആരെങ്കിലും അനുശോചിച്ചു? 1 രൂപ ദീപകിന്റെ വീട്ടിൽ കൊടുക്കാൻ അവനും അച്ഛനും അമ്മയില്ലേ? ആരെങ്കിലും പോയോ? ഞങ്ങൾ 3,17,000 രൂപ കൊണ്ട് കൊടുത്തു. ആരെങ്കിലും ദീപകിന്റെ വീട്ടിൽ പോയോ? ഏതെങ്കിലും രാഷ്ട്രീയക്കാർ പോയോ? ഏതെങ്കിലും ഫെമിനിസ്റ്റുകൾ പോയോ? പോവാൻ ആരുമില്ല, പറയാൻ ആരുമില്ല. ഞാൻ പോയിരുന്നു. അന്ന് ഞാൻ പോയ അന്ന് കുറെ സമയം ഞാൻ അവരെ ഞാൻ കരഞ്ഞു. അവര് മാഡത്തിനോട് നന്ദി പറഞ്ഞോട്ടെ. 1, മാഡം പോയത് വലിയ കാര്യമാണ്. 2, ജുഡീഷ്യറിയെ നമുക്ക് വിശ്വസിക്കാം, വേറെ ആരെ വിശ്വസിക്കാം. 2, മാഡം അങ്ങനല്ല, നാളെ രാഹുൽ ഈശ്വർ പോകുന്നതിന് പകരം ഒരു മെൻസ് കമ്മീഷൻ അവിടെ പോയി അവരാൽ കഴിയുന്ന പിന്തുണ സപ്പോർട്ട് കൊടുക്കണം. മാഡവും ഞാനും പോയ അവരുടെ കൂടെ നിന്ന് കരയാനല്ലേ പറ്റും. അത് ശരിയാ. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പ്രകാരം ഏറ്റവും അധികം കള്ളക്കേസുകളിൽ റിമാൻഡിൽ ജയിലിൽ കിടക്കുന്നത് ദളിതരും മുസ്ലിങ്ങളുമാണ്. ഇവര് പുരുഷന്മാർ തന്നെയാണ്. ഓക്കെ, അതെ. ഈ പുരുഷന്മാരെ പറയട്ടെ, ഈ പുരുഷന്മാരെ കള്ളക്കേസുകളിൽ ജാതിയുടെ പേരിലും വർഗത്തിന്റെ പേരിലും റിലീജിയന്റെ പേരിലും ജയിലിലാക്കിയിരിക്കുന്നത് മറ്റു പുരുഷന്മാരാണ്. അതിന് ഈ വിഷയത്തോട് ബന്ധമില്ലാത്തൊരു കാര്യമാണ് താങ്കൾ പറയുന്നത്. താങ്കൾ പറയുന്ന നമ്മുടെ കന്യാസ്ത്രീമാർ 9 ദിവസം ജയിലിൽ കിടന്നു. സിദ്ദിഖാപ്പൻ 1.5 വർഷം ജയിലിൽ കിടന്നു. ഇങ്ങനെ അടക്കം ദളിത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനോട് 100% ഒരു സെക്കൻഡ് അതിനോട് യോജിക്കുന്നു. പക്ഷെ ആ വിഷയമല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. പലപ്പോഴും അത് വേണ്ടെന്ന് ആര് പറയുന്നു? അത് യോജിപ്പാണ്. അത് വേണ്ടെന്ന് ആര് പറയുന്നു? അതിനോടൊക്കെ യോജിപ്പാണ്. അത് വേണ്ടെന്ന് ആര് പറയുന്നു? ഷാജിയേട്ടാ, ഇവിടെ കുട്ടികളെയും അതേപോലെ തന്നെ വനിതകളെയും പീഡിപ്പിക്കുന്നതും ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് ഈ വനിതാ കമ്മീഷൻ നിലനിൽക്കെ തന്നെയാണ്. അവിടെ പരാതി കൊടുത്താലും നമ്മൾക്ക് ഒരു നീതിയും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. പുരുഷ കമ്മീഷൻ വന്നതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. വനിതാ കമ്മീഷൻ ഉണ്ടായിട്ടും പീഡനം ഉണ്ടെന്നാണ്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായിട്ടും പീഡനം ഉണ്ടല്ലോ, പോലീസ് ഉണ്ടായിട്ടും പീഡനം ഉണ്ടല്ലോ, കോടതി ഉണ്ടായിട്ടും പീഡനം ഉണ്ടല്ലോ. അതുകൊണ്ട് കോടതി വേണം.
സ്ത്രീയും പുരുഷനും ഈക്വൽ ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. മാം പറഞ്ഞ പോലെ തന്നെ ഫെമിനിസം എന്ന് പറയുന്ന വേർഡ് മീൻ ചെയ്യുന്നത് ഇക്വാലിറ്റിനെ ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈ നോട്ട്, എന്തുകൊണ്ട് പറ്റുന്നില്ല ഒരു പുരുഷ സംഘടന അല്ലെങ്കിൽ ഒരു പുരുഷ കമ്മീഷനെ അതിന് ഒരു ഇത് കൊടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ആർഗ്യുമെന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. നിലനിൽക്കുന്ന നിയമ സംവിധാനത്തെ മറുപടി കേൾക്കണം. ഈ പെണ്ണുമ്പോഴൊക്കെ വീട്ടിലിരുന്നാ പോരെ എന്ന് പറയുന്ന ഫിലോസഫർ ആ കോടതിയിൽ നിന്ന് എന്താ കേട്ടത്? മിണ്ടാതിരിക്കും, നീ പെണ്ണാണെന്നാണല്ലോ കേട്ടത് അല്ലെ? നിങ്ങക്ക് ഗാർഗിയുടെ കഥ മുഴുവനായിട്ട് അറിയോ? അറിയോ? അത് മിണ്ടല്ലേ ഞാൻ പറയുന്നുണ്ടോ ഗാർഗി എന്നുള്ള പേര്? ഞാൻ എനിക്ക് നിന്നോട് മറുപടി പറയാനുള്ള, ഇവിടെ ഗവൺമെന്റൽ സംവിധാനങ്ങളില് ഈ മാനസികാരോഗ്യ സംവിധാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നതും അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് പുരുഷന്മാർ തന്നെയാണ്. അതിനകത്ത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു കേസ് തെളിഞ്ഞു വരാൻ 3 മുതൽ 7 വർഷം വരെ എടുക്കുന്നത്? അത് ഉത്തരം പറ. അത് അത് ഇത് തമ്മിൽ ബന്ധമില്ല. അതെ, പറഞ്ഞ പോലെ ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇല്ല, ബന്ധമില്ല മോനെ. അത് മാനസികാരോഗ്യം. ശ്രദ്ധിച്ചോ, ഞങ്ങൾ 5000 വർഷമായി അനീതി അനുഭവിച്ചു, അപ്പൊ നിങ്ങളൊരു 500 വർഷം കൂടെ അനീതി അനുഭവിക്കുക എന്ന് പറയുന്നതിൽ എന്തിനല്ല? 80 പരാതികൾ ശരിയാണ്, ആ സ്ത്രീകളോടൊപ്പമാണ്, അപ്പൊ 20 പുരുഷന്മാർ ജയിലിൽ കിടന്നോട്ടെ എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണ്? ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ ടേ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. സ്ത്രീകളുടെ ഒരു ആനുകൂല്യം കുറയ്ക്കണ്ട, സ്ത്രീകൾക്കെല്ലാം അതേപോലെ തന്നെ വേണം. പുരുഷന്മാർക്ക് കൂടി സപ്പോർട്ട്. ദീപക് മരിച്ചു. ദേശവ്യാപകമായും ദേശീയ മാധ്യമങ്ങളിലും BBC-ലടക്കം വാർത്തയായി. നമ്മുടെ ഏതെങ്കിലും മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഒരു അനുശോചനെങ്കിലും പറഞ്ഞു? അല്ലെങ്കിൽ ഏത് പാർട്ടി, ABC അല്ല, ഏതെങ്കിലും പാർട്ടി. നേരെ മറിച്ചൊരു പെൺകുട്ടി നമ്മുടെ മറ്റേ ഡൗറിയുടെ പ്രശ്നത്തിൽ ആത്മഹത്യ, ഗവർണറും മുഖ്യമന്ത്രിയും നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രതിഷേധിച്ചു. അങ്ങനെ തന്നെ വേണം. ദീപക് മരിച്ചതാണ്, ഏതെങ്കിലും ഒരാൾ ഒരു അനുശോചനം ഫേസ്ബുക്കിലെങ്കിലും എഴുതിയിട്ടോ? അങ്ങനെ കണ്ടോ? പറയടാ നാട്ടുകാരോട്. കണ്ടില്ല, ആ പറഞ്ഞതും അതാണ് പ്രശ്നം. കണ്ടില്ല, ആ പറഞ്ഞത് ശരിയാണ്. അത് ദീപ്തി ആയിരുന്നെങ്കിൽ ദീപകിന് പകരം അതൊരു ദീപ്തി പുരുഷൻ ഇതേപോലെ മോശം വീഡിയോ എടുത്തു, അതിന്റെ പേടിയിലും അതിന്റെ ഹരാസ്മെന്റിലും മരിച്ചെങ്കിൽ ഇന്ന് എല്ലാരും അനുശോചനം ചെയ്യുമായിരുന്നു. ആണായോണ്ട് ആരും മൈൻഡ് ചെയ്തില്ല. 100% ഞാൻ യോജിക്കുന്നു. പറയല്ലേ, വാർത്തയാവുന്ന മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. എത്ര പെൺകുട്ടികൾ ഈ വീഡിയോ കാരണോ ഈ കാരണോ ഒക്കെ മരിച്ചു? എത്ര അനുശോചനം? ഒരുപാട് പേര്, ഒരുപാട് പേര്, പേരൊന്നുമില്ല, ഒരുപാട് പേര്. ഈ ഹോട്ട് ലൈനിൽ വിളിക്കലും ചരമ വീടുകളിലുള്ള സന്ദർശനത്തിനും അപ്പുറമായിട്ട് രാഹുലും ഈ പുരുഷ കേസരികളും എന്ത് വെൽഫെയർ ആണ് പുരുഷന്മാർക്ക് കൊടുക്കുന്നത്? 1 രൂപയുടെ ഉപകാരം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ 3,17,000 രൂപ കൊണ്ട് കൊടുത്തു. അതാണ് വ്യത്യാസം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ദീപക് ഷിംജിതയുടെ ഒരു വീഡിയോ ചിത്രീകരിച്ചു. ഷിംജിത അതിൽ മനം തൊന്ന് ആത്മഹത്യ ചെയ്തു. അടുത്ത ദിവസം ദീപക് അങ്ങനെ വീഡിയോ ചിത്രീകരിച്ച് ഷിംജിത ആത്മഹത്യ ചെയ്താൽ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം എല്ലാ പാർട്ടിക്കാരും അവിടെ ക്യൂ നിൽക്കുമായിരുന്നു ഷിംജിതയുടെ വീട്ടിൽ കാണാൻ. ദീപകിന്റെ പേരിൽ വെറുതെ ഒരു ഫേസ്ബുക്ക് അനുശോചനമെങ്കിലും എഴുതിയോ? ഇല്ല. ഇത് ഇവരുടെ ഉള്ളിലും അറിയാം. പക്ഷേ പുരുഷ കമ്മീഷനെ എതിർത്താലേ ഞങ്ങൾക്ക് ഫെമിനിസ്റ്റ് പട്ടം കിട്ടൂ, പുരോഗമന ലിബറൽ പട്ടം കിട്ടൂ എന്ന് പറഞ്ഞ മനുഷ്യത്വം ഇല്ലാതാണ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഫീമെയിൽ ഷോവിനിസവും തെറ്റാണ്, മെയിൽ ഷോവിനിസവും തെറ്റാണ്. ഫീമെയിൽ ഷോവിനിസവും തെറ്റാണ്. ഫീമെയിൽ ഷോവിനിസവും തെറ്റാണ്. ഫീമെയിൽ ഷോവിനിസവും തെറ്റാണ്. You are father and brother. You are father and brother. അതേപോലെ എനിക്ക് അമ്മയും മകളും സഹോദരിയുണ്ട്. ഫീമെയിൽ ഷോവിനിസമാണോ താങ്കൾ പറയുന്നത്? താങ്കൾ ഫീമെയിൽ ഷോവിനിസമാണോ പറയുന്നത്? വർക്കിച്ച യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. ശ്രീ രാഹുൽ ഈശ്വരും കൂട്ടരും കൂടി വരുന്ന ഈ ഹോട്ട് ലൈൻ കമ്മ്യൂണിക്കേഷനും കൗൺസിലിംഗും അല്ലെങ്കിൽ ചരമ വീടുകളിൽ പോയിട്ടുള്ള ഐക്യദാർഢ്യത്തിനും അപ്പുറം എന്താണ് നമ്മുടെ അജണ്ട? അദ്ദേഹം ചോദിക്കുന്നു, സാധാരണ പൗരനായ രാഹുൽ ഈശ്വറും മിഷൻ സ്പെൻസ് കമ്മീഷനും അടക്കം ഹോട്ട് ലൈൻ അല്ലാതെ അവർക്ക് സമ്പത്ത് എത്തിക്കുന്നതല്ലാതെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതല്ല എന്ത് ചെയ്യുന്നു? അതിന് ആദ്യ ഉത്തരം, ഇതുപോലും ഇവിടുത്തെ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ചെയ്യുന്നില്ല. ഞങ്ങൾ അത്രയെങ്കിലും ചെയ്യുന്നുണ്ട്, ഒരു അധികാരവും ഇല്ലാഞ്ഞിട്ട്.
2, പുരുഷ കമ്മീഷൻ വന്നാൽ എന്ത് ചെയ്യും? ദീപക്കിന് വിളിക്കാൻ ഒരിടം കാണും. നീ പേടിക്കണ്ട മോനെ, ഞാൻ നോക്കിക്കോളാന്ന് പറയാൻ നീ നാളെ എന്റെ അടുത്തേക്ക് വന്നാൽ പറയട്ടെ, ചോദ്യമല്ലേ. 3, ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് മാഡം പറഞ്ഞുകൊണ്ട് തന്നെ 2 പേരെയും വിളിച്ച് അതിന്റെ തെളിവുകൾ ചോദിക്കാനുള്ള സ്പേസ് ഉണ്ടാകും. ഈ കേസിൽ പോലും ആലോചിച്ച് നോക്കൂ, ഷിംജിത വെളിയിലിറങ്ങിൽ ആദ്യം പരാതി കൊടുത്തെങ്കിൽ ഷിംജിത അതിജീവിതയും ദീപക്ക് വേട്ടക്കാരനും ആവുമായിരുന്നു. പുരുഷ കമ്മീഷൻ ഉണ്ടെങ്കിൽ അവന് വിളിക്കാനൊരിടം, സാന്ത്വനം പകരാനൊരിടം, ലീഗൽ മെന്ററിംഗ്, ഫൈനാൻഷ്യൽ, അതായത് കേസ് നടത്താനുള്ള സപ്പോർട്ട്, ഇത്തരം കാര്യങ്ങൾ കിട്ടും. ഇതാണ് വനിതാ കമ്മീഷൻ ചെയ്തത്, പുരുഷ കമ്മീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതേ ഉള്ളൂ. എന്നില്ല. അല്ല, ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അല്ലല്ല, മറ്റുള്ളവരുണ്ടെങ്കിൽ പറയാം. ഇതുപോലും ഇല്ലാത്ത നാട്ടിൽ നിന്നാണ് പറയുന്നത്. ദീപക്കിനെ മൈൻഡ് ചെയ്യാത്ത മനുഷ്യന്മാരുള്ള നാട്ടിൽ നിന്നാണ് പറയുന്നത്. നിങ്ങളിപ്പം കാശ് കൊടുത്തത് ഇങ്ങനെ ഈ പരസ്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ടല്ലോ, ആ കുടുംബത്തിന് അത് എത്ര മാഡം, സന്തോഷം ആ നൽകും? കുടുംബത്തിന്റെ ദാരിദ്ര്യം മാഡത്തിന് അറിയാം. അല്ല, അതൊന്നുമല്ല. ക്രൂരതയാണ് നിങ്ങൾ. സുഹറ മാഡം അറിഞ്ഞിരിക്കാനാണ്. അവരുടെ മകൻ മരണത്തിന് 2 ദിവസം മുമ്പ് ഗ്യാസ് പറഞ്ഞിരുന്നു. ആ അമ്മ ഈ പരിപാടിയിൽ അടക്കമെന്ന് പറഞ്ഞു, ഗ്യാസ് വരുമ്പോ ഇനി മേടിക്കാൻ അവരില്ല, ഞങ്ങളുടെ കാശും ഇല്ലെന്ന്. ഇരുന്ന് തത്വം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പുരുഷ കമ്മീഷൻ വന്നുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ദുർബല വിഭാഗങ്ങൾക്കും എന്താ ഗുണം? ഒരു ഗുണവുമില്ല. കാരണം ഇവർക്ക് മറുപടി ഇല്ലാത്തോണ്ട് കൺഫ്യൂസ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് വെറുതെ കേട്ടു നോക്കുക. പുരുഷ കമ്മീഷൻ വന്നോണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്താ ഗുണമെന്ന്. എന്നാ തിരിച്ചു പോയിട്ടെ, വനിതാ കമ്മീഷൻ കൊണ്ട് പുരുഷന്മാർക്കും കുട്ടികൾക്കും എന്താ ഗുണം? പുരുഷ കമ്മീഷൻ വരുന്നത് കൊണ്ട് വനിതകൾക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് ദോഷമുണ്ട്. അതാണ് പറയുന്നത്. അതായത് ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് അനാവശ്യമായി ജാതിവൽക്കരിക്കുക. ദളിതല്ലാത്തോണ്ടോ നിങ്ങള് അല്ല അല്ല ജാതി വെച്ചിട്ടാണ് ഇവിടെ പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അത്താണ് പീഡിപ്പിച്ചവൻ ആരെങ്കിലും ഷാമ്പു മേടിപ്പിച്ചു കൊടുക്കൂ. ഈ റേപ്പിനെ പോലെ ഭീകരമാണ് വ്യാജ റേപ്പ് പരാതി എന്ന് കോടതികൾ പലപ്പോഴും പറയുന്നത്. റേപ്പ് ചെയ്തു, മുഖത്ത് തുപ്പി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവന് ഷാമ്പു, അവന് ചെരുപ്പ്, അവന് 10,000 രൂപ വിഷു കൈനീട്ടം കൊടുക്കൂ. അപ്പം വ്യാജ റേപ്പ് കേസല്ലേ നടന്നത്? അതിനുവേണ്ടിയല്ലേ ഫ്ലാറ്റ് വാങ്ങിയാന്ന്. ഈ 18 ദിവസം രാഹുൽ മാങ്കുടത്തിൽ കിടന്നത് എന്തിനു വേണ്ടിയാ? ഈ വ്യാജ റേപ്പ് പരാതിയിലാണ്. ആദ്യ പെൺകുട്ടി കല്യാണം കഴിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് എന്നെ 16 ദിവസം ജയിലിട്ടത്. ഇതാണ് ഇന്ന് സുപ്രീം കോടതി മാറ്റിയ വിധി. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.